അങ്ങനെ വെക്കേഷൻ തുടങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ടാമി ഇങ്ങോട്ട് ചാറ്റ് കയറിയിട്ടുണ്ട്. നീ എന്തോന്നാ അടി അവിടെ? എന്താ അടി അവിടെ? എന്താ അവിടെ? അണ്ണാനാണോ? കാക്ക എന്ത് ചോറടിച്ചു മാറ്റായിരിക്കും. ചോറടിച്ചു മാറ്റാം. നമ്മള് ഫുഡ് ഒരു മണി കുറച്ചിട്ടുണ്ട് കേട്ടോ രാവിലത്തെ. ചെറിക്കൊക്കെ ഇച്ചിരി ഓവർ വണ്ണം അടിക്കായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടിട്ട്. ഹാപ്പി വരട്ടടി, എല്ലാരും വരട്ടെ. ഉറക്കമാണെന്ന് വരും കേട്ടോ. വേണ്ടതാ വിളവും വെള്ളിയാഴ്ചയില്ല. എടി ഇതെത്ര? അല്ല 3. സ്വപ്നമല്ല കൊണ്ടോ രാത്രി? എന്താ സ്വപ്നം? ഞങ്ങളുടെ അമ്മ വീട്ടിൽ പോകും. എന്നിട്ട് കല്ലുമായിട്ട് അമ്മമ്മ വീട്ടിൽ പോയിട്ട് ഇവിടെ ഇടയ്ക്ക് വെച്ച് മിസ് ആകുന്നു. ആരെ? കല്ലൂനെയോ? ഈ ദ്രോഹി. എവിടെയായിരുന്നു ഉണ്ടായിരുന്നു? ഇതെന്തുവാ? എന്നിട്ട് എവിടെ ഉണ്ടായിരുന്നു? വയലിലല്ലേ? ഇതെങ്ങനെ എനിക്ക് മനസ്സിലായി? പറ. നിന്റെ സ്വപ്നത്തിൽ ഞാനുണ്ടായിരുന്നോ? പിന്നെങ്ങനെ എനിക്ക് മനസ്സിലായി? എനിക്ക് സ്വപ്നം റീഡ് ചെയ്യാനറിയാം. നീ പറഞ്ഞു വരുന്ന അനുസരിച്ചിട്ട്. അവിടെ വായി കൊടുക്കരുത് കേട്ടോ. അതേപോലെ വിഴുങ്ങും. കടിച്ചു പൊട്ടിക്കുവാന്നേ എടുത്തോട്ട്. അല്ല, കടിച്ചു പൊട്ടിക്കുവാന്നേ എടുത്തോട്ട്. മതി, അങ്ങ് മിക്സ് ചെയ്തോ. ഇനി ഒന്നും ഇല്ലല്ലോ. എല്ലി ഞങ്ങൾ ഡയറക്റ്റ് ചോറിനകത്തിട്ട് കൊടുക്കത്തില്ല. ഹാപ്പിയുടെ ഹീറ്റിന്റെ ദിവസങ്ങളൊക്കെ തീരാറായി. ചെറിയ മാമോ തീർന്നെന്തോ നെല്ലോടി? ചെറിയ മാമൻ ഇന്ന് വലിയ കുലക്കുമല്ലല്ലോ. ഇന്നലെയൊക്കെ യുദ്ധമായിരുന്നു. നമ്പരാ ചുമ്മാ ഒരു കാര്യമില്ല. 2-3 കാക്കകൾ അവിടെ നിന്ന് ചൊറിയുന്നുണ്ട്. മിക്സ് ചെയ്തോ. ഇതോടി കാലി എറിയുന്ന കാത്തുവിന് കിട്ടിയ എല്ലാത്തിനെയും ഭരിച്ചു നിർത്തിക്കണോന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. രസ ആരേലും പിച്ചി മാന്തി എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ട് പിന്നെ വരരുത്. അതോ ആദ്യമേ ഹാപ്പി ടെസ്സാ കേട്ടോ ടീം കേട്ടോ. അതിന് കറക്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് വയ്ക്കും. ക്ഷമ ആവശ്യത്തിന് പഠിച്ച് ഓരോരുത്തരത് സെറ്റായിട്ടുണ്ട്. കല്ലുവിനെ അതുകൊണ്ട് ലാസ്റ്റ് അല്ലേ കൊടുക്കുന്ന. കല്ലും കാത്തും നമസ്കാരം. ചെറിയമാമൻ എന്താ ഡീസന്റ് ആയിട്ട് ദൂരം അറിയിക്കുന്നത്. നല്ല കുലീനത്തുള്ള ഒരു പയ്യൻ. മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ? ഇനി മിക്സ് ചെയ്യണ്ട. ഞാൻ എടുത്തോണ്ട് പോ. വേണ്ടതാ ഇവിടെ നീ പറഞ്ഞു മാറിയതിന് ശേഷം കൊടുക്കാവുള്ളൂ കേട്ടോ. നീ വെച്ചിട്ട് ഹാപ്പി ടെസ പേര് വിളിയടി. വേറെ ആരെയും തൊടാൻ സമ്മതിക്കില്ലേ. ഹാപ്പി ഇങ്ങ് വാ. ഓക്കെ, അടുത്തത് 2 ചെറിയ ടൂണ. ചെറി ആൻഡ് ടൂണ. പേര് വിളിച്ചോണ്ട് വരണം കേട്ടോ. പേര് വിളിച്ചോണ്ട് വന്നാൽ ബാക്കിയുള്ളവർ തലയിടത്തില്ല. ഓക്കെ. വാ. ആദ്യമേ കല്ലൂന് വെച്ച് കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാത്തു. പയ്യെ തിന്നാ മതിയേ. പയ്യെ ചവച്ച് തിന്നണം. യെസ്. കല്ലു ഇവളൊറ്റ വിഴുങ്ങല. എന്നാലും സ്പീഡ് കുറഞ്ഞില്ലേ കഴിഞ്ഞ വട്ടത്തെ വെച്ച്? അവളുടെയും കുറഞ്ഞു. സ്പീഡൊക്കെ നോക്കണം നമ്മുടെ ടെറിയുടെ ഹാപ്പിയുടെ സ്പീഡ്. വേണ്ട, അപ്പൊ അതൊക്കെ സ്ലോയിലാ കഴിയും. ഇത് കണ്ടോ ടെറി? ഇത് കണ്ടോ ഹാപ്പി ടെസ? ഇനി സ്പീഡ് കൺട്രോള് ഇനി വരാനുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ ടീമിലെ 2 അംഗങ്ങളുടെയാണ്. അതിനകത്ത്
കാത്തു നമ്മുടെ പ്രസൻസിൽ സ്ലോ ഇല്ല. നമ്മൾ അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ആ ഒരു അത് കണ്ടോ. ഇപ്പൊ ട്യൂണയ്ക്ക് ഒരു വഴക്കം കൊടുക്കും ചിലപ്പോ. വഴക്ക് പറയാൻ പഠിച്ചത്. നാളെ ഞാൻ ആശുപത്രിയിൽ പോകും കേട്ടോ. നാളെ ചെക്കപ്പിന് പോവും. വേറൊരു സാധനം എടുത്തോണ്ട് വരാം കേട്ടാ. വേണ്ട, നമുക്ക് ഒരു ഫുൾ പാക്കറ്റ് ബിസ്ക്കറ്റ്, ഡോഗ് ബിസ്ക്കറ്റ് അയച്ചു തന്നിട്ടുണ്ട്. കാണിക്കണേ മോളെ. വേണ്ടേ, ഡോഗി ജി ബിസ്ക്കറ്റ്സ്, ഇന്ത്യയുടെ സ്വന്തം പ്രോഡക്റ്റ് ആണ്. പ്രത്യേകത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ പാർലേജി പോലെ തന്നെ. പാർലേജിയുടെ അത്രയും സൈസ് ഉള്ളവര് ഹാപ്പി തലയിടുന്നേട്ടാ. പാർലേജിയുടെ അത്രയുള്ള ഒരു കവറിലാണ്. ഈ ബിസ്ക്കറ്റിന് ആകെ ഉള്ള എത്ര രൂപയാന്ന് നോക്കുക? 10 രൂപ. എടീറ്റസാ അടങ്ങടി മാറി. ആകെ ഉള്ളത് 10 രൂപയാണ് കേട്ടോ ഡോഗി ജി ബിസ്ക്കറ്റിന്. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പ്രോഡക്ട്സിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്തേക്കാം. ഓക്കെ, ഇത് ടേസ്റ്റ് ഉണ്ടെന്നുള്ള എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്ന് കൊടുത്തു നോക്കാം ടേസ്റ്റ് എന്തുവാന്നുള്ളത്. അവർക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വാങ്ങിച്ചു നോക്കുക. വാങ്ങിച്ചിട്ട് നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അനുഭവങ്ങൾ, റിവ്യൂസ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രൊമോഷൻ കൊടുക്കാം. അതല്ല നെഗറ്റീവ് ഇഫക്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തുറന്നു പറയുന്നതായിരിക്കും. നമുക്ക് ഐറ്റം ഇന്നലെ കിട്ടിയതേ ഉള്ളൂ. ഇന്ന് രാവിലെ നമ്മുടെ അടുത്തേക്കുമാണ്. തുറന്നേ. നിന്റെ തട്ടിക്കൊണ്ട് പോകാൻ സമ്മതിക്കല്ലേടി. ആർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് നോക്കിയാണ്. നമ്മളിപ്പോ ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇപ്പൊ ഇവർക്ക് വീതിച്ചു കൊടുക്കുവാണ് കേട്ടോ. അതിന്റെ ആ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള, ഇപ്പൊ ഡൈജഷൻ പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ കറക്റ്റ് നമ്മുടെ പാർലേജി ടൈഗർ ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ, ടൈഗർ ബിസ്ക്കറ്റ് ഒക്കെ ഇല്ലേ, ഏകദേശം അതുപോലെ തന്നെ ഇരിക്കുവാണ്. എന്ത് പ്രായം അനുസരിച്ച് കൊടുക്കാം. എന്ത് മൂത്തവളം എന്ത് എഡിറ്റസാഞ്ഞു പാടി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ആദ്യമേ തന്നെ അങ്ങ് തുടങ്ങാം. ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇനി അടുത്തവർക്ക് കൊടുത്തോടി. ഓരോരുത്തർക്ക് കൊടുത്തോ. പ്രായം അനുസരിച്ച് കൊടുക്ക്. അവനെ കൊണ്ടിട്ട് എന്തായാലും 4 വാക്ക് പറയിപ്പിച്ചിട്ട് കൊടുക്കടി. ബിസ്ക്കറ്റിന്റെ റിവ്യൂ ചോദിക്കണം അത് കഴിഞ്ഞിട്ട്. കൊള്ളാം. അടുത്ത ആക്ക് കൊടുക്ക്. ബിസ്ക്കറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് റിയാക്ഷൻ കാണുമ്പോ അറിയാം. ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതെ, ഞാൻ ഇപ്പൊ ഒരുപാട് സ്ട്രീറ്റ് ഡോഗ്സിനും ഒക്കെ ഫീഡ് ചെയ്യുന്നവരുണ്ടല്ലോ. ഫീഡ് ചെയ്യുന്നവര് സാധാരണ നമ്മളുടെ കടയിൽ നിന്ന് പാർലേജിയോ ടൈഗറോ അതേപോലെ ഏതെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങിച്ചാണ് ഫീഡ് ചെയ്യുന്നത്. അത് ആക്ച്വലി ഡോഗിന് അത്ര ഗുണമുള്ളതല്ല. ഇനിയിപ്പോ ആ സെയിം റേറ്റിന് ഇത് കിട്ടുമല്ലോ, ഇതിനകത്തോട്ട് സ്വിച്ച് ചെയ്യുക. നമ്മള് ജനറലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ താല്പര്യം ഓരോരുത്തരുടെയും. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ബിസ്ക്കറ്റിനകത്ത് ഷുഗർ കണ്ടന്റ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. എന്തുവാ ആരുടെ മുഖത്ത് തുപ്പിയത്? എന്ത് കൊടുക്ക? അവക്കാന്ന് ഇനി കൊടുക്കാനുള്ളത്. ഇനി ചെറുതീന്ന് വലുതിലോട്ട് കൊടു. ആ കല്ലുവിനോടൊന്ന് റിവ്യൂ ചോദിച്ചേ. കല്ലുവിന് കിട്ടിയോ? ആ റിവ്യൂ പറയുന്നവർക്ക് കൊടുക്ക്. ട്യൂണൊക്കെ ഇഷ്ടപ്പെട്ടോ? ട്യൂണയുടെ ഞാൻ ശ്രദ്ധിച്ചില്ല ഇടയ്ക്ക് കേട്ടോ. കൊടുത്ത് പിക്കോ. താഴെ ഇരിക്കും. അടുത്താക്ക് കൊടു. താഴെ ഇരിക്കുമ്പോ കൊടുത്താൽ മതി. അവൾ ഡീസന്റാ. ആദ്യം മുല ഇരിക്കുന്ന കൊച്ചിനോട്. ട്യൂണ ചാടിയൊക്കെ ലാസ്റ്റ് കൊടുത്താൽ മതി. മര്യാദക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടും ഇല്ലോടി. പറഞ്ഞു കൊടുക്കടി ആമിയാരാന്ന്. മോശക്കാരി. കാത്തൂന് കിട്ടി ഇല്ല? കാത്തൂന് കിട്ടി. ഇനി എത്ര എണ്ണം ഉണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ വീതിക്ക്? 3 എണ്ണം എന്ന് പറയുമ്പോ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പൊ ഒരാൾ തിന്നുന്നത് 2.5 ബിസ്ക്കറ്റ് വെച്ചിട്ടാണ്. നമ്മൾ ഏത് സാധനം പുതിയതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇവിടുത്തെ കാര്യം പറയുവാണേ, ഞങ്ങൾ അത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും. നാളത്തേക്ക് പ്രോബ്ലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടി കൊടുക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പ്രോഡക്റ്റിന്റെ പ്രശ്നം പോലും ആവണമെന്നില്ലല്ലോ. എന്തോ ആണെങ്കിലും ചിലപ്പോൾ പുതിയ സാധനം മനുഷ്യർക്കാന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ പുതിയ ഐറ്റം പിടിക്കണമെന്നില്ല. എന്തായാലും ഇവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് ആ ഫോക്കസ് കാണുമ്പോൾ അറിയാം. ഇത് കണ്ടോ, ടെസ്റ്റ് ഈ സമയത്ത് കാക്കയെ ഒട്ടിക്കാൻ പോകുന്നോ? ഇല്ല. നേരത്തെ കരഞ്ഞുകൊണ്ടിരുന്ന കാക്കകൾ
അവിടെ ഇവിടെയും തന്നെ ഇരുന്ന് അവിടെ ചൊറിയുന്നുണ്ട്, എന്നിട്ടും പോകുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം എന്ന് പറയുന്നത്. എന്തായാലും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിനുള്ള ഡോഗ് ബിസ്ക്കറ്റ് ആണ്. ഒരു കാര്യം എല്ലാവരും ഓർത്തോണേ, ഡോഗ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ട്രീറ്റ് ആണ്. നമുക്ക് എന്താണ്, നമ്മൾ ഒരിക്കലും മനുഷ്യരാണെന്നുണ്ടെങ്കിലും ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ന്യൂട്രിയന്റ് ഫുഡായിട്ട് എടുക്കത്തില്ല. അവരെ നമുക്ക് ട്രെയിൻ ചെയ്യാനും അതേപോലെ തന്നെ ജസ്റ്റ് ഒരു സ്നാക്സ് പോലെ കൊടുക്കാനും ഒക്കെ ആണ് ബിസ്ക്കറ്റ്. ഇങ്ങനെ അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കട്ടെ, എടുത്തോ, മതി ഇന്ന് ഇത്രയും മതി. അപ്പൊ എല്ലാവർക്കും ടാറ്റ പറഞ്ഞേരെ.